രാജ്യത്തെ ദേശസാൽകൃത ബാങ്കുകളെ കോർപ്പറേറ്റ് ഭീമന്മാരുടെ കൈകളിലെത്തിക്കാനുള്ള ശ്രമങ്ങളാണ് കേന്ദ്ര സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് ഡോക്ടർ വി ശിവദാസൻ MP. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ജോയിന്റ് ഫോറം ഓഫ് ബാങ്ക് റിട്ടയറീസ് സംസ്ഥാന വ്യാപകമായി നടത്തിയ അവകാശ ദിനത്തോടനുബന്ധിച്ച് സ്റ്റേഡിയം കോർണറിൽ നടന്ന ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പൊതുമേഖലാ ബാങ്കുകളുടെ സ്വകാര്യവൽക്കരണ നീക്കം ഉപേക്ഷിക്കുക, പെൻഷൻ പരിഷ്കരണം നടപ്പാക്കുക, എക്സ്ഗ്രേഷ്യ പെൻഷൻ ബാങ്കുകളിലും നടപ്പാക്കുക, സ്പെഷ്യൽ അലവൻസ് അടിസ്ഥാന ശമ്പളത്തിന്റെ ഭാഗമായി പരിഗണിച്ച് റിട്ടയർമെന്റ് ആനുകൂല്യങ്ങൾ നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ധർണ. കാർഷിക മേഖലയിലെ മൊത്തവിതരണത്തിന് വേണ്ടി അദാനി ക്യാപിറ്റലിനെ ഏൽപ്പിക്കുന്നു. അദാനി ക്യാപിറ്റൽ എന്ത് ചെയ്യണം? ഈ രാജ്യത്തിലെ കാർഷിക മേഖലയിലെ വായ്പാ വിതരണത്തിന്റെ ചുമതല ഉത്തരവാദിത്തപ്പെടുത്തണം. എന്നിട്ട് പലിശ നിശ്ചയിക്കാൻ, തിരിച്ചടവിന്റെ വ്യവസ്ഥകൾ നിശ്ചയിക്കാൻ എല്ലാത്തിനുള്ള അവകാശാധികാരങ്ങൾ അദാനി ക്യാപിറ്റലിന് കൊടുക്കുന്നു. എങ്ങനെയുണ്ട്? സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയെ വിപുലീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതിയുടെ ഒരു ചെറിയ ഉദാഹരണം. ഇത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ മാത്രമല്ല, ഇന്ത്യയിലെ എല്ലാ ദേശസാൽകൃത ബാങ്കുകളിലേക്കും ഏറെയും കുറവും എത്തിക്കുന്നതിന് വേണ്ടിയുള്ള തീവ്ര ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയെ ഉദാഹരിച്ചത് ഈ രാജ്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബാങ്ക് എന്ന നിലയിലാണ്. ആ ബാങ്കിനെ അദാനിയുടെ കൈകളിലേക്ക് എത്തിക്കാൻ, ആ ബാങ്കിന്റെ ആസ്തിയെ പൂർണ്ണമായും ഇന്ത്യയിലെ വൻകിട കോർപ്പറേറ്റ് ലോബിയുടെ കൈകളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി ഈ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ഗൂഢാലോചനകൾ എങ്ങനെയൊക്കെയാണ് എന്നുള്ളത് ഒന്ന് ബാങ്കിംഗ് മേഖലയിൽ ഇന്നലെ പ്രവർത്തിക്കുകയും ആ മേഖലയിലെ എല്ലാ മാറ്റത്തെയും സസൂക്ഷ്മം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ബാങ്കിംഗ് മേഖലയുടെ ഹൃദയതാളം അറിയുന്നവർ എന്ന നിലയിൽ നിങ്ങളോടൊന്ന് ഓർമ്മപ്പെടുത്തുക മാത്രമാണ് ഞാനിവിടെ ചെയ്യുന്നത്. ഫോറം ജില്ലാ കൺവീനർ PV പവിത്രൻ അധ്യക്ഷനായി. സംസ്ഥാന വൈസ് പ്രസിഡന്റ് KP സേതുമാധവൻ മുഖ്യപ്രഭാഷണം നടത്തി. വിവിധ സംഘടനാ നേതാക്കളായ ജോസ് മർസിലിൻ, VC സുരേഷ് ബാബു, P ഷീല, VE ശശിധരൻ, K മോഹനൻ, KMV ചന്ദ്രൻ, P മനോഹരൻ, P സൗന്ദർരാജ് എന്നിവർ സംസാരിച്ചു. NV ബാബു സ്വാഗതം പറഞ്ഞു.